കണക്കെല്ലാം കള്ളക്കണക്കാണ്. കാരണം ഏത് പറഞ്ഞാലും കേരളം എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു കണക്ക് പറഞ്ഞല്ലോ. അമേരിക്കയിലേക്ക് പോകുന്നത് തടയാമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് കർണാടകയ്ക്കും തമിഴ്നാടിനുമാണ്. അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് വിദേശങ്ങളിലേക്ക് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസം ഏറ്റവും കാര്യക്ഷമമാക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നതാ. ഇന്നത്തെ വാർത്തയാണ് ഞാൻ പറഞ്ഞത്. നീറ്റ് എക്സാം റദ്ദാക്കി. എന്താ നിങ്ങൾ നേരത്തെ നമ്മൾ കണ്ടു മത്സര പരീക്ഷകളെല്ലാം നിങ്ങൾ കച്ചവട താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷ പോലും മര്യാദക്ക് നടത്താൻ പറ്റാത്ത ഇവരാ ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോയി ചോർത്തി കൊടുക്കുക. നീറ്റ് എക്സാമിനേഷന്റെ ഏറ്റവും വലിയ ചോദ്യ ചോർച്ചയുടെ ലിങ്ക് കേരളത്തില് പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലാണെന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട്. എന്താ പറയാനുള്ളത്? പത്രത്തിലല്ല, നമ്മുടെ ഇന്നത്തെ ചർച്ച കേരളത്തിന്റെ ഭാവിയെ കുറിച്ചാണ്. ഒരു പൊളിറ്റിക്കൽ വാട്ട് അബൌട്ടറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 5 വർഷത്തെ കാര്യം നോക്കണ്ട. ഞാൻ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ഈ ഫസ്റ്റ് ക്വാർട്ടർ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ എന്തായിരുന്നു? ഏപ്രിൽ ഇലക്ഷൻ തിരക്ക് മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ട് അതിൽ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങോ പോളിസി ഡെവലപ്മെന്റോ ഒന്നും നടന്നിട്ടില്ല. മെയ്യിലേക്കാണെങ്കിലോ അതേപോലത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പം ഒരു ശൂന്യതയാണ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽ? അപ്പൊ നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഓൾമോസ്റ്റ് ഫസ്റ്റ് ക്വാർട്ടർ കഴിയാനായിട്ട് പോലും ഒരു ഡെവലപ്മെന്റോ ഒന്നും നടന്നിട്ടില്ല. അപ്പം ഈ ഒരു വർഷത്തെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവരുടെ പ്ലാൻ? എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഓൾമോസ്റ്റ് ക്വാർട്ടർ 1 തീരാനായി. ഇനി അടുത്ത ഈ ബ്രെയിൻ ഡ്രെയിന്റെ കാര്യം നമ്മളോട് സൂചിപ്പിച്ചപ്പോ അതിനോട് ഒത്തുവരുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇനി ഓൾഡ് ഏജ് പീപ്പിളിന്റെ ഇന്ന് ഇവിടെ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ. ഇന്ന് ബ്രെയിൻ ഡ്രെയിൻ ആളുകളില്ല, എല്ലാവരും പോയി കഴിഞ്ഞു. അവരുടെ വീട്ടില് ഒന്ന് ഭക്ഷണം പാകം ചെയ്ത് പോലും കഴിക്കാനൊന്നും സാഹചര്യം ആളുകളെ കിട്ടാനില്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു ഒറ്റപ്പെടലിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എനിക്ക് അതിശയം തോന്നുന്നു. വീണ്ടും ഇവര് ബ്രെയിൻ ഡ്രെയിനെ കുറിച്ചൊക്കെ ആ വിഷയം ഇവിടെ ഗ്യാസ് നൽകുന്നില്ല. നാട്ടിലെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഹോട്ടലുകൾ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇനി അങ്ങനെ വരുമ്പോഴേക്കും BJP കേരളത്തിൽ ഏതെല്ലാം വിധത്തിൽ സഹായിക്കും? 3 പേർ അവിടെ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള കാര്യത്തെ കുറിച്ച് കേരളത്തിൽ 3 പേർ BJPയുടേതായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ കേരളത്തിന്റെ പൊതുവികസനത്തിൽ അവർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് ഒരു വാക്ക് പറയാൻ ഈ നിമിഷം വരെ അവർ പ്രതിപക്ഷമായി നിന്ന് മറ്റൊരു തരത്തിലേക്ക് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.